ആനവരയിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. മൂന്നാമത്തെ വർഷം മാതൃഭൂമി ദേവസ്വം കൂടിയാണ് നടത്തുന്നത്. കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം, ക്യാഷ് ഉണ്ട്. പങ്കെടുത്തവർക്കെല്ലാം സമ്മാനം ഉണ്ട്. ഫസ്റ്റ് വരുന്നവർക്ക് അതിനായിട്ടുള്ള സമ്മാനം, ഫസ്റ്റ് സമ്മാനം, സെക്കൻഡ് സമ്മാനം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൂടാതെ എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതാണ്. ജാതി മതം കൂടാതെയാണ് നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു അതൊന്നുമില്ല. നമുക്കെല്ലാം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഒരു മുസ്ലിം കുട്ടികൾ വളരെ നന്നായിട്ട് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അവളുടെ പേരെന്താണ് പറയൂ? സിയ ഫാത്തിമ. ഏത് സ്കൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത്? ഫറോക്ക്, കോഴിക്കോടല്ലേ ഇത്? വളരെ നന്നായിട്ടുണ്ട്. മോൾ എത്രയല്ലേ പഠിക്കുന്നത്? 8ലാണോ? കുട്ടിയുടെ ഡ്രോയിങ് വളരെ നന്നായിട്ടുണ്ട്. കുട്ടി ഫറോക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് നിന്ന് വന്ന കുട്ടിയാണ്. വളരെ ചന്തമായിട്ട് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കൈയ്യെടുക്കുമ്പോഴോ നോക്കട്ടെ ആൻറ്റി. വളരെ ചന്തമായിട്ടുണ്ട് കേട്ടോ. ഡ്രോയിങ് തുടരണം. ഓക്കെ. ഗുരുവായൂർ അമ്പലത്തിൽ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ചിത്രപര പരിപാടിയാണ്. ആനേനെ വരയ്ക്കുക. അതിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് പ്രൈസ് ഉണ്ട്. അങ്ങനെ എല്ലാ കേസ്റ്റും പങ്കെടുക്കാം. മുസ്ലിം കുട്ടികളും നിറയുണ്ട്. ആനവരയിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. മൂന്നാമത്തെ വർഷം മാതൃഭൂമി ദേവസ്വം കൂടിയാണ് നടത്തുന്നത്. കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം, ക്യാഷ് ഉണ്ട്. പങ്കെടുത്തവർക്കെല്ലാം സമ്മാനം ഉണ്ട്. ഫസ്റ്റ് വരുന്നവർക്ക് അതിനായിട്ടുള്ള സമ്മാനം, ഫസ്റ്റ് സമ്മാനം, സെക്കൻഡ് സമ്മാനം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൂടാതെ എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതാണ്. ജാതി മതം കൂടാതെയാണ് നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു അതൊന്നുമില്ല. നമുക്കെല്ലാം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഒരു മുസ്ലിം കുട്ടികൾ വളരെ നന്നായിട്ട് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അവളുടെ പേരെന്താണ് പറയൂ? സിയ ഫാത്തിമ. ഏത് സ്കൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത്? ഫറോക്ക്,